السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. قال إبراهيم الخواص رحمة الله عليه. മഹാന്യരായ ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദവാഉൽ ഖൽബി, ഹൃദയത്തിന്റെ ഔഷധങ്ങൾ, ഖംസത്തു അഷ്യാ, 5 കാര്യങ്ങളാണ്. ഹൃദയ സംബന്ധമായ ഖൽബിയായ കിബിർ, ഉജുബ്, ഹസദ് പോലത്തെ, ഖസ്വത്തുൽ ഖൽബ് പോലത്തെ മാരക രോഗങ്ങൾക്കുള്ള മരുന്നും അതിനുള്ള പരിഹാരങ്ങളും 5 കാര്യങ്ങളാണ്. 1. ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, ആശയമറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ ഓതുന്നതിന് തന്നെ വലിയ പുണ്യങ്ങളുണ്ട്. അത് ഖുർആനിൽ നോക്കി ഓതുകയാണെങ്കിൽ അതിലേറെ മഹത്വമുണ്ട്. അർത്ഥമറിഞ്ഞുകൊണ്ടാണ് നാം പാരായണം ചെയ്യുന്നതെങ്കിൽ അതിന് വലിയ പുണ്യവും വലിയ പ്രതിഫലവും വലിയ മഹത്വങ്ങളുമുണ്ട്. മാത്രമല്ല, അത് ഹൃദയ സംബന്ധമായ മാരക രോഗങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ്. ഖുർആനിലെ ഓരോ സൂറത്തുകൾക്കും ആയത്തുകൾക്കും ഹർഫുകൾക്ക് വരെ വിശാലമായ അർത്ഥങ്ങളും ആശയങ്ങളും ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ സിമ്പിളായ ഒരു ആശയം നാം പഠിച്ചു വെക്കുകയും ആ സൂറത്തുകളും ആയത്തുകളും ഓതുന്ന സമയത്ത് ആ ആശയം നാം മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. 2. വഖലാഉൽ ബത്ൻ, വയറ് നിറക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരോഗ്യം നിലനിൽക്കാൻ, അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാനൊക്കെ ആവശ്യമായ താക്കത്തിന് വേണ്ടിയുള്ള അല്പം ഭക്ഷണം കഴിക്കുകയും വയറിന്റെ അല്പഭാഗം എപ്പോഴും കാലിയാക്കി വെക്കുകയും ചെയ്യുക. 3. വഖിയാമുൽ ലൈൽ, രാത്രിയിലുള്ള നിസ്കാരം അഥവാ തഹജ്ജുദ് നിസ്കാരം. ഇശാഇന്റെ ശേഷം, ഉറക്കിൽ നിന്ന് ഉണർന്ന ശേഷം, അർദ്ധരാത്രിക്കു ശേഷമാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം. സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് നാം എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹറുർ റബീഅ് നമ്മിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് കൂടിയാണ് അത്. നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. 4. വത്തളർറുഉ ഇൻദ സഹർ, അത്തായ സമയത്ത് അള്ളാഹുവിനോട് വളരെയധികം വിനയത്തോടെ താഴ്മയോടെ പ്രാർത്ഥന നടത്തുക. അത്തായ സമയത്തുള്ള ദുആ വലിയ ഇജാബത്തുള്ള ദുആ ആണ്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് നാം കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞ് പടച്ച റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സങ്കടങ്ങളും പറഞ്ഞാൽ തീർച്ചയാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും. ആ സമയത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതരായ സമയമാണ്. അതുകൊണ്ട് ആ സമയം നാം ഉപയോഗപ്പെടുത്തുക. 5. വമുജാലസത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക. ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുമായി, അതുപോലെ ദിക്റിലും സലാത്തിലും ഇബാദത്തിലൊക്കെ ആയി കഴിയുന്ന ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരൊക്കെ ഉണ്ടാകും. അവരൊക്കെ ആയിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. മരണപ്പെട്ടു പോയ മഹാന്മാരുമായി അവർക്ക് ഫാത്തിഹ ഓതിക്കൊണ്ടും അവരുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടും അവരെ വസീലയാക്കി പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടൊക്കെ അവരുമായുള്ള ബന്ധവും നാം കൂടുതൽ മെച്ചപ്പെടുത്തുക. ഈ 5 കാര്യങ്ങൾ ഹൃദയ സംബന്ധമായ മാരക രോഗങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ്. അല്ലാഹു തആല നമുക്ക് ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്യാനും സാലിഹ്യങ്ങളുമായി കൂട്ടുകൂടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ സജീവമാക്കാനും എല്ലാം നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹൃദയ സംബന്ധമായ കിബ്ർ, ഹസദ്, ഉജ്ബ്, റിയാ പോലത്തെ മാരക രോഗങ്ങളിൽ നിന്ന് നമുക്കൊക്കെ അല്ലാഹു തആല കാവൽ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.